ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാട്ടുകാരൻ മുഹമ്മദ് റാഫിയ മകനെ പാട്ട് പഠിപ്പിച്ചില്ല. മകൻ പാടും, പക്ഷെ മകനോട് പറഞ്ഞു പാട്ട് പാടരുത്. വേണ്ട, വേറെ തൊഴിലെടുത്ത് ചോദിച്ചു, പാട്ട് പാടരുത്, വേണ്ട. അപ്പോൾ പാട്ട് തന്നെ സ്വരഭംഗി കണ്ടാൽ സിനിമക്കാരും ഉണ്ടോ, പിന്നെ നഷ്ടമാവും, നമുക്ക് വേണ്ട. ഇന്ത്യയിലെ ഏകദേശ സിനിമകൾക്കൊക്കെ പാട്ടുപാടിയ മനുഷ്യൻ ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല, ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല. മുഹമ്മദ് റാഫി റമദാൻ 17 മരിച്ച്, റമദാൻ 17 മരിച്ച്. ബദരീങ്ങളുണ്ട്. മുത്തഖീങ്ങൾക്ക് നല്ല മരണമുണ്ടോ? എൻ്റെ മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട്? റാഫി ഉണ്ട്. മുഹമ്മദ് റാഫി ഇഷ്ടമുള്ള ഒരാളാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്, ഒരു സിനിമ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന മൂല്യരാണ് ഞാൻ തന്നെ. നമ്മൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പായുന്നത് ബാക്കിയുള്ള സിനിമൻ്റെ അടുത്ത ഭാഗം കാണാനാണ്. നമ്മളെ പണി എന്താ? പള്ളിയിൽ ഇമാമക്കല. നമ്മൾ കണ്ടുവച്ച സിനിമ അവിടെ തൽക്കാലം ഒന്ന് ഇങ്ങനെ ആക്കിയാണ് അമർത്തി പോകുന്നതാണ്. ഞാൻ ബാക്കി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് റൂമിൽ തന്നെ പാഞ്ഞ് കുറ്റിട്ട്. ഇന്ത്യയിലെ ഏകദേശ സിനിമകൾക്കൊക്കെ പാട്ട് പാടിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാട്ടുകാരനാണ് മുഹമ്മദ് റാഫി. ജീവിതത്തിൽ ഒരു സിനിമ കണ്ടിട്ടില്ല, ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ലവർ അവർ ഏത് ഫീൽഡിൽ നല്ലവരുണ്ടാവും. റമദാൻ 17 മരിക്കലിനേക്കാളും വലിയ ഭാഗ്യം എന്താ? റമദാൻ വെച്ചതിന് ഭാഗ്യല്ലേ? അതും റമദാന്റെ കനകമാണ്. എന്ത് റമദാനിലെ ഏറ്റവും വലിയ കനകം എന്നാണ്? റമദാൻ അൽ ഹഖ് അൽ ഫർഖ് അൽ ഫാരിഖ് ബൈനൽ ഹഖ് വൽ ബാതിൽ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ എന്നൊക്കെയല്ലേ ഖുർആൻ പറഞ്ഞത്. സത്യാസത്യ വിവേചന ദിവസമാണ് ഏത്? റമദാൻ. അന്നാണ് ആര് മരിച്ചത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാട്ടുകാരൻ. നിങ്ങൾ പലരും പേര് കേട്ടാൽ നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി തോന്നുന്ന ആ മനുഷ്യൻ പാട്ട് ഈ വേലാട്ട് തന്നെ വിമർശിക്കണുള്ളൂ. എന്നാലും പാട്ടുകാരല്ലേ രോണി? അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ ജീവിച്ച ഒരാളെ ഞാൻ ഒരിക്കൽ കണ്ണൂരിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് രോഗിയായപ്പോൾ മുഹമ്മദ് റാഫിൻ്റെ ഒരു ചങ്ങായം കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് റാഫി ഞാനും തമ്മിൽ ഏകദേശം കൂടെ നടന്നിട്ടുണ്ട് ഒരു 4 കൊല്ലത്തോളം. ഒരു രാത്രി തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു രാത്രി തഹജ്ജുദ് മുഹമ്മദ് റാഫിക്ക് നഷ്ടപ്പെട്ടതായി എൻ്റെ ഓർമ്മയില്ല. ഒരു രാത്രി തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. ഫീൽഡ് പലതുണ്ടാവും. മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല നല്ല മരണം കൊടുക്കും. ഒരാൾ മരിക്കുമ്പോഴേ തിരിയോ ഒരാൾ ആരായിരുന്നു. اللهم اجعلنا من المتقين اللهم اجعلنا من المتقين اللهم اجعلنا من المتقين. ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ നമ്മൾ അല്ലാഹുവേ ചേർക്കണം. നീ പാട്ടുകാരനാകാം, ആരും ആകാം, അന്ന് ഈ കണക്കാക്കണ്ടടോ. ചെരുപ്പൂർത്തിയാവാം, പാട്ടുകാരനാകാം, ചെരുപ്പൂർത്തിയാവാം, ആരായാലെന്താ? നീ അബ്ദായ മതി. അതാ ബോർഡാണ് അബ്ദ്.